എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഒരു രോഗസൗഖ്യമോ അല്ലെങ്കിൽ സാമ്പത്തിക അനുഗ്രഹമോ ഒന്നുമല്ല. ഒരു മനുഷ്യന്റെ സ്വയത്തം മാറുന്നതാണ്. ഇന്നത്തെ ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പെരുമാറ്റത്തിലെ മാറ്റത്തെക്കുറിച്ചല്ല, ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സംഭവിച്ച സമ്പൂർണ്ണ രൂപാന്തരത്തെക്കുറിച്ചാണ്. എഫേസ്യ സഭയോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്ക് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇരുട്ടിൽ ആയിരുന്നു എന്നല്ല, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വെറും ഒരു ഭാഷാ പ്രയോഗമല്ല, ഒരു വലിയ ആത്മീയ സത്യമാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന ഒരു അവസ്ഥ, പാപത്തിന്റെ ആധിപത്യം, സ്വന്തം ഇഷ്ടം മാത്രമാണ് ശരിയെന്ന് കരുതിയ ജീവിതം, സത്യത്തെ അറിയാതെ കഴിഞ്ഞ ദിവസങ്ങൾ, അവയെല്ലാം ചേരുന്നതാണ് ഇരുട്ട് എന്ന് പറയുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷം പുറം കാഴ്ച മാത്രമല്ല മാറിയത്, അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പൗലോസ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിലാണ് എന്നല്ല, ഇപ്പോൾ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നാണ് പറയുന്നത്. ദൈവം നിങ്ങളുടെ വിലാസമല്ല മാറ്റിയത്, അഡ്രസ് അല്ല മാറ്റിയത്, നിങ്ങളുടെ സ്വഭാവമാണ് മാറ്റിയത്. വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ശബ്ദമുണ്ടാക്കുന്നില്ല, പക്ഷെ അതിന്റെ സാന്നിധ്യം എല്ലാം മാറ്റിമറിക്കും. അത് വന്നു കഴിഞ്ഞാൽ മറഞ്ഞിരുന്നത് പുറത്തു വരും. ദിശയില്ലാത്തവന് വഴികാട്ടിയായി മാറും, ഭയന്നിരുന്നവന് ധൈര്യം കൊടുക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ മാത്രമല്ല, സത്യത്തിൽ ജീവിക്കുന്നവരുമായി മാറണമെന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ വിളക്ക് ഇരുണ്ട മുറിയിൽ തെളിയിച്ചു വെച്ചാൽ അത് ഇരുട്ടിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കത്തില്ല. അതൊരിക്കലും ഇരുട്ടിനെതിരെ വാദിക്കത്തില്ല, ഇരുട്ടിനെതിരെ പ്രസംഗിക്കത്തില്ല. അത് വെറുതെ അവിടെ തെളിയും, മതി, ഇരുട്ട് നിലനിൽക്കത്തില്ല. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ശക്തി. ശബ്ദത്തിലല്ല, സാന്നിധ്യത്തിലാണ് വെളിപ്പെടേണ്ടത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു സമാധാനം അനുഭവപ്പെടാറുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമല്ല, എന്നിട്ടും ആ അന്തരീക്ഷം നമ്മെ സ്പർശിക്കും. മറുവശത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചില സ്ഥലങ്ങളിൽ ഒരു ഭാരവും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കാരണം പ്രകാശം ബൾബുകളിൽ നിന്നല്ല, ദൈവ സാന്നിധ്യമുള്ള ജീവിതത്തിൽ നിന്നാണ് വരേണ്ടത്. ഇന്നത്തെ ലോകം കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം അറിയുന്നതിന് നമ്മുടെ ജീവിതം കണ്ടാണ് അത് അറിയേണ്ടത്. വാക്കുകൾ പിന്നീടാണ് ഉളവാകുന്നത്, ജീവിതം ആദ്യം സംസാരിക്കും. ഒരു ഓഫീസിൽ നമുക്ക് ഒരു മുഖമായിരിക്കാം, വീട്ടിൽ മറ്റൊരു മുഖമായിരിക്കാം, സഭയിൽ വേറൊരു മുഖം, സോഷ്യൽ മീഡിയയിൽ മറ്റൊരു മുഖം. ഇത് ഒരു രൂപാന്തരപ്പെട്ട ജീവിതമല്ല, ഒരിക്കലുമല്ല. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ മനുഷ്യൻ എല്ലായിടത്തും ഒരേ വ്യക്തിയാണ്. സാഹചര്യങ്ങൾ എത്ര മാറിയാലും സ്വഭാവം ഒരിക്കലും മാറത്തില്ല. ലോകം ആദ്യം നിങ്ങളുടെ ബൈബിൾ അല്ല തുറക്കുന്നത്, നിങ്ങളെയാണ് വായിക്കുന്നത്. നിങ്ങളുടെ പ്രസംഗത്തെക്കാൾ മുമ്പ് നിങ്ങളുടെ പെരുമാറ്റമാണ് അവർ കേൾക്കുന്നത്. ദൈവം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വിളിച്ചത് വെളിച്ചത്തെ കുറിച്ച് അറിവ് നൽകാനല്ല, ആ വെളിച്ചത്തിന്റെ പ്രതിഫലനമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സാന്നിധ്യം പ്രത്യാശ നൽകണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ധൈര്യം നൽകുന്നതാവണം. നിങ്ങളുടെ ജീവിതം യേശുവിനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം. അപ്പോഴാണ് ഒരു മനുഷ്യർ നിങ്ങളുടെ മുഖത്തേക്കല്ല, നിങ്ങളിൽ വസിക്കുന്ന കർത്താവിനെ കാണുവാനിടയായിത്തീരുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ മറഞ്ഞു കിടക്കാനല്ല, പ്രകാശിപ്പിക്കാനാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ ജീവിതത്തെ മൂടിയിരുന്ന എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ അവസാനിക്കട്ടെ. ഭയത്തിന്റെ പിടി ഇന്ന് അഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ മേഘങ്ങൾ മാറിപ്പോകട്ടെ. പാപത്തിന്റെ സകല ബന്ധനങ്ങളും ഇപ്പോൾ തകർന്നു പോകട്ടെ. ഒരു ആത്മീയ മന്ദത അത് ഉരുകി മാറട്ടെ. നിങ്ങളുടെ വീടിന്മേലും കുടുംബത്തിന്മേലും ശുശ്രൂഷന്മേലും ദൈവം മഹത്വം ഈ സമയം ഉദിച്ച് ഉയരട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവിക സമാധാനവും ദൈവിക സാന്നിധ്യവും അനുഭവിക്കട്ടെ. ഇനി നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് സംസാരിക്കുന്നവർ മാത്രമല്ല, ദൈവത്തിന്റെ വെളിച്ചം വഹിക്കുന്നവരായി മാറട്ടെ. ആയതിനാൽ ഇനി കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് അത് മാറട്ടെ. അത് നിങ്ങൾ സ്വീകരിക്കുക. ചേർന്ന് പ്രാർത്ഥിക്കാം. ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നിന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വിളിച്ചതിന് നന്ദി അപ്പ. എന്റെ
ജീവിതത്തിൽ നിന്നെ പ്രസാദിപ്പിക്കാത്ത എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിന്റെ ആത്മാവിനാൽ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെയല്ല, ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.